ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് ഇത്. ഹെയർ ക്ലിപ്പായിട്ടും ഹെയർ ബാൻഡായിട്ടും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സിലാണ് കേട്ടോ. ഡ്രസ്സിൽ ഈ ഒരു ഫ്ലവർ വെച്ച് ഈ ഫ്രോക്കിലൊക്കെ വെക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 1 ഇഞ്ച് നീളത്തിലുള്ള ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 6 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാൻ ആദ്യം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മടക്കുക, അതിനുശേഷം ഇതുപോലെ അതിനെ തിരിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ. ഇനി അതിൻ്റെ എഡ്ജ് 3 മടക്ക്, ഒരു 3 മടക്കായിട്ട് അങ്ങ് മടക്കുക. അതിനുശേഷം അവിടെ അങ്ങ് ഉരുക്കിയെടുക്കുക. ഇനി ഇത് 8 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും, കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ഞാൻ 2 ചെയ്തതിൻ്റെ പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡ്രസ്സിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു ഫ്രോക്കിലൊക്കെ നമ്മൾ വെറുതെ ഒരു പിങ്ക് കളറിലോ റെഡ് കളറിലോ ഈ 2 ഡബിൾ കളർ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ 6 പീസ് എടുത്തു, 6 പെറ്റൽസ് എടുത്തു. ഇതിനെ എന്ത് ചെയ്യുക, ഒന്ന് കോർത്തെടുക്കുക. കോർത്തിട്ട് എന്തിനോ ഒന്ന് ടൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ കോർക്കുമ്പോൾ ഞാൻ പറയില്ല, ഇതിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ്. ഞാൻ 2 ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ 2 ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ചെറുതിൻ്റെത് 8 സെൻറ്റിമീറ്ററും വലുതിൻ്റെത് 10 സെൻറ്റിമീറ്ററും. ഇനി 2 ഇഞ്ചിൻ്റേതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം സൈസിലെടുത്താലും മതിയാവും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 2 ഇഞ്ചിൻ്റെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു നമ്മൾ 3 മടക്കെന്നുള്ളത് 4 5 മടക്കാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. ഇതുപോലെ. പിന്നെ തീരെ അങ്ങ് ടൈറ്റ് ചെയ്ത് കെട്ടരുത് കേട്ടോ. ഇങ്ങനെ കുറച്ച് ആ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വേണം. ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു സാറ്റിൻ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ അങ്ങ് ഒട്ടിച്ച് വെച്ചു. നോക്കി, അത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് ഇരുന്നോളും. നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ഫ്ലവറോ ഒരു ചെറിയ സ്റ്റോണോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മതി. അതൊരു ഫ്ലവറാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും. ഇനി അടുത്ത് ഞാൻ ഒരു റോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 ഇഞ്ച് ഗ്രോസ് ഗ്രൻ റിബണാണ്. അതിന് ജസ്റ്റ് ആ എഡ്ജ് ഇങ്ങനെ ഒരു കോണോട് കോൺ മടക്കിയെടുത്തു. അതിനെ വീണ്ടും തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്താണ് ഞാൻ ചെയ്തത്. കാരണം അപ്പം തന്നെ പേസ്റ്റ് ആയാലും എനിക്കത് ഇങ്ങനെ മടക്കി നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ഇളകി വരും. ഇതിനെ ഇതുപോലെയാണ് മടക്കുന്നത്. മടക്കിയിട്ട് അതിനെ തിരിച്ച് മടക്കണം. അപ്പം നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക, അതിനെ തിരിച്ചെടുക്കണം ബാക്കിൽ നിന്ന്. ഇതുപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നമുക്ക് എത്ര ഒരു വലിപ്പം വേണോ, പിന്നെ ഒരു 2 റൗണ്ട് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ ഒന്ന് റൗണ്ട് ഷേപ്പിലോട്ട് നമ്മളൊന്ന് ആക്കിയെടുക്കുക. അതിങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഫ്ലവർ ചെയ്തെടുക്കാനൊക്കെ. ചിലപ്പോൾ ആദ്യം ഈ റോസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പതിയെ നല്ല നല്ല എളുപ്പത്തിൽ പല ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എടുക്കുക. നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതില്ലേ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. അതിനെ പിന്നെ തിരിച്ചെടുക്കണം ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോഴാണ് ആ ഒരു പെറ്റൽസ് ഇടുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റും ചെയ്തെടുക്കാം, അതും നല്ലതാണ് കേട്ടോ. ഇനി അവസാനം നിർത്തുമ്പോൾ ഇത് അതിൻ്റെ എഡ്ജ് നമ്മൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബാക്കിലോട്ടാക്കി എടുക്കണം. എന്നിട്ട് ബാക്ക് സൈഡിൽ നമുക്കൊരു ചെറിയ ഫെൽറ്റ് ഷീറ്റോ നമ്മുടെ കയ്യിലുള്ള ഇനി സാറ്റിൻ റിബൺ ആയാലും മതി, ഒന്ന് ജസ്റ്റ് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് അവിടെ അങ്ങ് ഒട്ടിച്ചെടുക്കുക. പിന്നെ അത് പുറത്തോട്ട് നിൽക്കുന്നതെല്ലാം ഉരുക്കി ആ ഒരു ബ്ലാക്ക് ഒന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. സെയിം കളറിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സെയിം കളറിലൊന്നും അവൈലബിൾ ആണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അതിനെന്ത് ചെയ്യുക, സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ശരിക്കും ഒരു എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ആ 10 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ടാണ് കുറച്ച് വലുതായിരിക്കുന്നത്. 8 സെൻറ്റിമീറ്റർ ആയ കുറച്ചുകൂടെ ചെറുതായിരിക്കും. അത് കുറച്ചുകൂടെ മനോഹരമാണ്. പുറകിൽ ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുത്തത്. ഇനി ഇതിന് പകരം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിന് പകരം നമുക്ക് ഹെയർ ബാൻഡ് കൊടുക്കാം കേട്ടോ. ഹെയർ ബാൻഡ് കൊടുത്താൽ നല്ല മനോഹരമാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഞാൻ പേള് വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺ കട്ട് ബീഡ്സ് വേണമെങ്കിൽ കട്ട് ബീഡ്സ് കൊടുക്കാം. ഞാൻ ക്ലിപ്പ് സ്റ്റോൺ ആണ് കൊടുക്കുന്നത് കേട്ടോ. ക്ലിപ്പ് സ്റ്റോൺ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബീഡ്സ് ഇല്ലേ, ബീഡ്സ് ഉണ്ടെങ്കിൽ ഓരോന്ന് വെച്ച് കൊടുത്താലും മതി. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഡ്രസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. നോക്കി കണ്ടോ, 10-ൻ്റെയും 8-ൻ്റെയും വ്യത്യാസം. 8 കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള സൈസിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.